ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ചൂടോട് കൂടിയ മോമോസ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കിയാലോ. മോമോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ഡോ ഫസ്റ്റ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാമിൻ്റെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ മൈദ കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടണം. നമുക്ക് നല്ലപോലെ കുഴച്ചിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ഞാൻ 2 വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്തെടുക്കാം. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 പീസ് ഇഞ്ചിയും ഒരു 3 പീസ് വെളുത്തുള്ളിയാണ്. അതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പാണ്. പിന്നെ ഞാനിവിടെ ഒരു ലെമണിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 50 ഗ്രാം ബട്ടറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്കതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു ഫുഡ് പ്രോസസ്സറിലേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ചിക്കന്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നല്ലപോലെ പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ സെയിം ഫുഡ് പ്രോസസ്സറിൽ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ എടുത്തു വെച്ച ചെറുനാരങ്ങ നീരും അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച ബട്ടറിൻ്റെ ചെറിയൊരു പീസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മോമോൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോമോ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഒരു പൂരിയുടെ വലുപ്പത്തിൽ നമ്മൾ പരത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണെങ്കിലും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനൊരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഫ്രൈഡ് മോമോവും അതേപോലെ തന്നെ സ്റ്റീംഡ് മോമോവും കാണിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്തിട്ട് അതിനുള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഓരോ ഷേപ്പിൽ ഞാൻ മോമോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ 2 മോഡൽസിലാണ് ഞാൻ മോമോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാനിത് ആവശ്യമ്പിലാണ് ഇഡ്ഡലി തട്ടിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഫോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഓരോ മോമോസാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ നമ്മുടെ മോമോ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ കുറച്ച് മോമോസ് ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ജസ്റ്റ് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം മറ്റേ സ്റ്റീം ചെയ്ത മോമോസ് തന്നെയാണ്. അപ്പോൾ ഇതാ സ്റ്റീം ചെയ്തതും ഫ്രൈ ചെയ്ത മോമോസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉള്ള ഡിപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 50 ഗ്രാം ബട്ടർ ചേർത്തെടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതിലേക്ക്
കുറച്ച് ഒരു 1.5 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ സോട്ടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ കുറച്ച് റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്കൊരു 1/2 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ഡിപ്പായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തത്. അപ്പോൾ നമ്മുടെ ഡിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മോമോസ് നമ്മുടെ ഈ ഡിപ്പിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റീം ചെയ്ത മോമോസും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിപ്പ് വേറെ മോമോസ് വേറെ ആയിട്ട് അങ്ങനെയാണെങ്കിലും കഴിക്കാം. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയും കൂടി ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് ആൻഡ് സ്റ്റീംഡ് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡിപ്പും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മഴയത്തൊക്കെ ഇരുന്നിട്ട് കഴിക്കുമ്പോൾ വേറൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ഡിപ്പ് ഭയങ്കര ഇഷ്ടമാവും. എന്താ വെച്ചാൽ സ്വീറ്റ്നെസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് എരിവുണ്ട്, എങ്കിൽ കൂടി നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡിപ്പ് നമ്മുടെ മോമോസിൻ്റെ കൂടെ കൂടി കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.